നമസ്കാരം. പ്രവാസി മലയാളി പ്രസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. സ്കൂൾ തുറക്കാനുള്ള സമയമായിരിക്കുകയാണ്. ബാക്ക് ടു സ്കൂൾ അല്ലേ? എല്ലാവരും നാട്ടിലേക്ക് വന്നതിന് ശേഷം സ്കൂളിലേക്ക് പോകുന്നുണ്ട്. സ്കൂളിൽ പോകുന്നതിന് മുന്നായി അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ നിന്ന് ഇന്ന് തുടങ്ങാം. പുതിയ അധ്യയന വർഷത്തിൽ അർദ്ധവാർഷിക പരീക്ഷ റദ്ദാക്കി UAE വിദ്യാഭ്യാസ മന്ത്രാലയം. വിദ്യാർത്ഥികളുടെ സമ്മർദ്ദം കുറയ്ക്കുന്നതിന്റെയും മൂല്യനിർണ്ണയ രീതികൾ നവീകരിക്കുന്നതിന്റെയും ഭാഗമായാണ് രണ്ടാം ടേം പരീക്ഷ റദ്ദാക്കിയിട്ടുള്ളത്. മനപാഠമാക്കി പരീക്ഷ എഴുതുന്ന രീതിക്ക് പകരം വിമർശനാത്മക ചിന്തയും വിശകലന കഴിവുകളും വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് പരിഷ്കാരം. ആദ്യഘട്ടത്തിൽ സർക്കാർ സ്കൂളുകളിൽ നടപ്പാക്കുന്ന പദ്ധതി പിന്നീട് സ്വകാര്യ സ്കൂളുകളിലേക്കും വ്യാപിപ്പിക്കും. 5 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് പുതിയ നയം ബാധകമാകുക. വിദ്യാർത്ഥികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഇതര കഴിവുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. ജനസംഖ്യാ വർധനവ് അനുസരിച്ച് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് നൂതന പഠനാവസരം ഒരുക്കുന്നതിന്റെ ഭാഗമായി 9 പുതിയ സ്കൂളുകൾ തുറന്നതായി വിദ്യാഭ്യാസ മന്ത്രി സാറ അൽ അമീരി വിശദീകരിച്ചു. എല്ലാ ഗ്രേഡുകളിലും മന്ത്രാലയം പുതിയ മൂല്യനിർണ്ണയ സംവിധാനങ്ങൾ അവതരിപ്പിച്ചുവെന്നും വിദ്യാർത്ഥികളുടെ യഥാർത്ഥ കഴിവുകൾ പരിപോഷിപ്പിക്കാനും നിരന്തര മൂല്യനിർണ്ണയത്തിലൂടെ കണ്ടെത്തുന്ന പോരായ്മകൾ പരിഹരിച്ച് മികച്ച തലമുറയെ സൃഷ്ടിക്കാനുമാണ് ശ്രമമെന്നും പറയുന്നു. AI ക്ലാസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ അധ്യയന വർഷത്തിനാണ് തിങ്കളാഴ്ച തുടക്കമാകുന്നത്. ഇതിനായി 1000 അധ്യാപകർക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകിയതായി കരിക്കുലം ആൻഡ് അസസ്മെന്റ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അംന അൽ സാലിബ് പറഞ്ഞു. KG മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ AI പഠിപ്പിക്കുമെന്ന് അണ്ടർ സെക്രട്ടറി അൽ ഖാസിം വിശദീകരിച്ചു. സ്കൂളുകൾക്ക് രാജ്യാന്തര നിലവാരം ഉറപ്പുവരുത്തും. അതിവേഗം വികസിക്കുന്ന ലോകത്ത് അഭിവൃദ്ധി പ്രാപിക്കാൻ ആവശ്യമായ കഴിവുകളിൽ പരിശീലനം നൽകി വിദ്യാർത്ഥികളെ സജ്ജരാക്കും. 10 ലക്ഷം പേരാണ് സ്കൂളിലേക്ക് വരുന്നത്. വേനൽ അവധിക്ക് ശേഷം തിങ്കളാഴ്ച സർക്കാർ സ്വകാര്യ സ്കൂളുകളിലായി 10 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട്. ഇതിൽ 2.8 ലക്ഷം പേരാണ് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നത്. KG മുതൽ 4ാം ക്ലാസ് വരെ അറബിക് ഉൾപ്പെടെ ഭാഷാ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള 520 സ്കൂളുകളിലായി 25,000 പുതിയ വിദ്യാർത്ഥികൾ തിങ്കളാഴ്ച എത്തുന്നുണ്ട്. വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ സ്കൂളുകൾ സജ്ജമാണെന്നാണ് പറയുന്നത്. ദുബായിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രി സാറ അൽ അമീരിയും മറ്റ് മന്ത്രാലയ ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. മാസപ്പിറവി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഔദ്യോഗിക സ്ഥിരീകരണമെങ്കിലും മിക്ക അറബ് രാജ്യങ്ങളിലും ഏതാണ്ട് ഫെബ്രുവരി 17-ന് വ്രതം ആരംഭിക്കാനാണ് സാധ്യത എന്നാണ് സൂചന. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഒരു മുഹറവും ഇത് കഴിഞ്ഞതേ ഉള്ളൂ. അടുത്ത വ്രതം ആരംഭം 17-നാണ്. സൗരവർഷത്തേക്കാൾ 10-11 ദിവസം കുറവായിരിക്കും ഹിജ്റ വർഷം. ഇതനുസരിച്ച് 33 വർഷത്തിനിടെ എല്ലാ കാലാവസ്ഥയിലും വ്രതം അനുഷ്ഠിക്കാനാണ് അവസരം ഉണ്ടാവുക എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ജീവനക്കാർക്ക് ലഹരി പരിശോധന നിർബന്ധമാക്കി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് ഇത്തരം ഒരു പരിശോധന നിർബന്ധമാക്കുന്നത്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രവർത്തിക്കുന്ന ചില കമ്പനികൾക്ക് DGCA സമഗ്രമായ വൈദ്യ പരിശോധന നടത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. DGCA നൽകിയ ലൈസൻസുകൾ കൈവശമുള്ള എല്ലാ ജീവനക്കാർക്കും ഈ പരിശോധന ബാധകമാണ്. ഇതിൽ മയക്കുമരുന്ന്, സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ, മദ്യം എന്നിവയുടെ ഉപയോഗം കണ്ടെത്താനുള്ള പരിശോധനകളും ഉൾപ്പെടുമെന്നാണ് റിപ്പോർട്ട്. ഈ മാസം തന്നെ അംഗീകൃത മെഡിക്കൽ അതോറിറ്റി മുഖേന പരിശോധനകൾ നടത്തണമെന്നും DGCA നിർദ്ദേശിച്ചു. സെപ്റ്റംബർ 4-നോ അതിനു മുമ്പോ ഈ ആവശ്യകതകൾ പാലിച്ചതിന്റെ തെളിവുകൾ, അതായത് പരിശോധനാ ഫലങ്ങളുടെ പകർപ്പുകളോ അംഗീകൃത മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളോ നൽകണമെന്ന് DGCA വ്യക്തമാക്കിയതായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. ഇതിനിടെ ഒരു കമ്പനി DGCA നൽകിയ സാങ്കേതിക ലൈസൻസുകൾ കൈവശമുള്ള ജീവനക്കാരോട് തിങ്കളാഴ്ച മുതൽ പരിശോധനയ്ക്ക് വിധേയരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരിശോധനയ്ക്ക് വിസമ്മതിക്കുന്ന ജീവനക്കാരുടെ വിസമ്മതം ലഹരി പരിശോധനയുടെ പോസിറ്റീവ് ഫലമായി കണക്കാക്കുമെന്നും കമ്പനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൗദിയിലുള്ള മക്കളുടെ അടുത്തേക്ക് സന്ദർശക വിസയിലെത്തിയ കോട്ടയം സ്വദേശിനി കിഴക്കൻ പ്രവിശ്യയിലെ ജുബൈലിൽ നിര്യാതയായി. കറുവച്ചാൽ സ്വദേശിനി ത്രേസ്യാമ്മ ആന്റണി എന്ന 69 വയസ്സുകാരിയാണ് മരിച്ചത്. 1 മാസത്തോളമായി ഇവർക്ക് ശ്വാസതടസ്സവും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടായതിനെ തുടർന്ന് താമസ സമീപത്തുള്ള ക്ലിനിക്കിൽ നിന്ന് ചികിത്സ തേടിയിരുന്നു. ആരോഗ്യസ്ഥിതിയിൽ മാറ്റമില്ലാത്തതിനാൽ ജുബൈൽ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കെയാണ് മകളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയാഘാതം സംഭവിക്കുകയും മരണപ്പെടുകയും ചെയ്തത്. പിതാവ് ജോസഫ്, മാതാവ് അന്നമ്മ. ത്രേസ്യാമ്മയുടെ ഭർത്താവ് ആന്റണി ജോസഫ് കഴിഞ്ഞ ഡിസംബറിൽ മരണപ്പെട്ടിരുന്നു. മക്കളായ ജോസഫും മറിയയും സൗദിയിലുണ്ട്. ഔദ്യോഗിക നടപടികൾക്ക് ശേഷം ഇവരുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചിട്ടുണ്ടെന്നാണ് വിവരം. പ്രവാസി വെൽഫെയർ ജുബൈൽ ജനസേവന വിഭാഗം കൺവീനറും ഇന്ത്യൻ എംബസി വോളണ്ടിയറുമായ സലീം ആലപ്പുഴയുടെ നേതൃത്വത്തിലാണ് നടപടികൾ പൂർത്തിയായത്. അതായത് മകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അപകടം. ഭാഗ്യമരണം. അതെ.
വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനാ സമയത്ത് രാജ്യത്തെ വ്യാപാര വ്യാവസായിക പൊതുസ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയത്തെക്കുറിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം. ജുമുഅയുടെ ഒന്നാമത്തെ ബാങ്ക് മുതൽ 1.5 മണിക്കൂർ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചിടാൻ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതോടെ തീരുമാനം പ്രാബല്യത്തിൽ വന്നു. അതേസമയം പൊതു താൽപര്യവും സമൂഹത്തിന്റെ ക്ഷേമവും പരിഗണിച്ച് ചില സേവന മേഖലകൾക്ക് ഈ അടച്ചിടൽ ബാധകമായിരിക്കില്ല. ആശുപത്രികളും ഹോട്ടലും അടക്കം 12 അവശ്യ സർവീസുകളെ ഈ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇളവ് നൽകപ്പെട്ടവ ഒഴികെയുള്ള വാണിജ്യ വ്യവസായ പൊതു സ്ഥാപനങ്ങൾക്കെല്ലാം ഉത്തരവ് ബാധകമാണ്. ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, സ്വകാര്യ ക്ലിനിക്കുകൾ, ഫാർമസികൾ, ഹോട്ടലുകളും താമസ സൗകര്യങ്ങളും, ഇന്ധന സ്റ്റേഷനുകൾ, രാജ്യത്തേക്കുള്ള പ്രവേശന കവാടങ്ങളായ വിമാനത്താവളത്തിലും തുറമുഖത്തിലും കരാതിർത്തിയിലും സ്ഥിതി ചെയ്യുന്ന വാണിജ്യ സ്ഥാപനങ്ങൾ, ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികൾ, വൈദ്യുത ജലവൈദ്യുത ഉൽപാദന യന്ത്രങ്ങളുടെ നടത്തിപ്പ് കേന്ദ്രങ്ങൾ, ബേക്കറികൾ, വിമാനത്താവളങ്ങളിലെയും തുറമുഖങ്ങളിലെയും എയർലൈൻ കമ്പനി ഓഫീസുകൾ, ഷിഫ്റ്റ് സംവിധാനത്തിൽ പൂർണ്ണസമയം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, കര, കടൽ, ആകാശമാർഗമുള്ള യാത്രക്കാരുടെ സഞ്ചാരം, ചരക്കുനീക്കം, പൊതു താൽപര്യാർത്ഥം അധികൃതർ നിശ്ചയിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഉത്തരവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ബന്ധപ്പെട്ട എല്ലാ അതോറിറ്റികളും തങ്ങളുടെ അധികാര പരിധിയിൽ തീരുമാനം നടപ്പാക്കണമെന്ന് ഖത്തർ വാണിജ്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. ഇനി അന്താരാഷ്ട്ര സർവീസുകളിൽ ഉൾപ്പെടെ 50% വരെ ടിക്കറ്റ് നിരക്കിൽ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിമാന കമ്പനി. സൗദി അറേബ്യയുടെ ദേശീയ വിമാന കമ്പനിയായ സൗദി എയർലൈൻസ് ആണ് വിവിധ സെക്ടറുകളിലേക്ക് ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ആഭ്യന്തര, രാജ്യാന്തര സർവീസുകൾക്കാണ് ഈ പ്രത്യേക ഓഫർ പ്രാബല്യത്തിലാവുക. കമ്പനി വെബ്സൈറ്റ്, സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനുകൾ തുടങ്ങി ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴിയും സെയിൽസ് ഓഫീസുകൾ വഴിയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്ക് ഓഫർ നിരക്ക് ബാധകമായിരിക്കുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ബിസിനസ്, എക്കണോമിക് ക്ലാസുകൾക്ക് ഓഫർ ബാധകമാണ്. ഓഗസ്റ്റ് 31 വരെ ബുക്ക് ചെയ്തവർക്കായിരിക്കും ഇളവ് ലഭിക്കുക. സെപ്റ്റംബർ 1 മുതൽ ഡിസംബർ 10 വരെയുള്ള യാത്രകൾക്കായിരിക്കും ഓഫർ. വിമാന ടിക്കറ്റുകൾക്കൊപ്പം ലഭിക്കുന്ന ഡിജിറ്റൽ ലിങ്ക് വഴി ഇഷ്യൂ ചെയ്യുന്ന ഈ ട്രാൻസിറ്റ് വിസ ഉപയോഗിച്ച് സൗദിയിൽ 96 മണിക്കൂർ താങ്ങാനുള്ള സൗകര്യവും ലഭ്യമാക്കിയിട്ടുണ്ട്. ഇത് സന്ദർശകർക്ക് ഉംറ നിർവഹിക്കാനും മക്ക, മദീന ഉൾപ്പെടെയുള്ള വിശുദ്ധ നഗരങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥന നടത്താനും അവസരം നൽകുന്നുണ്ട്. 100-ലധികം നഗരങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന സൗദി എയർലൈനിൽ നിലവിൽ 149 വിമാനങ്ങളാണ് ഉള്ളത്. എന്തായാലും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുന്നവർക്ക് പ്രയോജനപ്പെടുത്താം. വികസനത്തിൽ തിരുവനന്തപുരം കുതിക്കുകയാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ വരവ് നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റി. അനുബന്ധ വ്യവസായങ്ങളും ഗതാഗത സംവിധാനങ്ങളും തൊഴിലവസരങ്ങളുമെല്ലാം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. നിരവധി ബിസിനസ് സംരംഭങ്ങളാണ് ദിനംപ്രതി എന്നോണം തിരുവനന്തപുരത്ത് ഉയരുന്നത്. ഇപ്പോഴിതാ ലുലു മാളിനെ കൂടാതെ കൂടുതൽ പുതിയ മാളുകൾ കൂടി ജില്ലയിൽ ഉടൻ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ബോസ്റ്റൺ ആസ്ഥാനമായ ടോറസ് ഏകദേശം 12 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് തിരുവനന്തപുരത്തെ പുതിയ മാൾ അവതരിപ്പിക്കുന്നത്. സെസ് ഏരിയ, നോൺ സെസ് ഏരിയ എന്നിവിടങ്ങളിലായിട്ടാണ് പദ്ധതി വികസിപ്പിക്കപ്പെടുന്നത്. സെസ് ഏരിയയിൽ മാത്രം 12 ഏക്കറിലായിട്ടാണ് 2 കെട്ടിടങ്ങൾ വരുന്നത്. 13 നിലകളാണ് ആദ്യ കെട്ടിടം തയ്യാറാക്കുന്നത്. ഇതിൽ 6 നിലകൾ IT കമ്പനികൾക്ക് ലീസിന് നൽകും. ഷോപ്പിംഗ് മാൾ, പാർപ്പിട സമുച്ചയം, ഓഫീസ് സ്പേസ്, ഫുഡ് കോർട്ട്, ഡേ കെയർ എന്നിവയായിരിക്കും ഇവിടെ ഉണ്ടാകുക. നോൺ സെസ് ഏരിയയിൽ ഒരുങ്ങുന്ന കെട്ടിടത്തിൽ ടോറസ് സെൻട്രം മാൾ, ക്ലാസ് എ ഓഫീസ് സ്പേസ്, ബിസിനസ് ഹോട്ടൽ, അപ്പാർട്ട്മെന്റ്സ് എന്നീ സൗകര്യങ്ങളാണ് സജ്ജമാക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ മൾട്ടിപ്ലക്സും ഇവിടെയായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം പല നൂലാമാലകളും ഉള്ളതിനാൽ ടോറസ് മാൾ വരാൻ കൂടുതൽ സമയമെടുക്കുമെന്നാണ് അറിയുന്നത്. അതായത് ലുലു മാളിനെ അടിച്ചിടാൻ അടുത്ത ആൾ വരുന്നു എന്നൊരു വാർത്ത വന്നിരുന്നു. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ വന്നിരുന്നു. നമുക്കന്ന് ഒരുപാട് വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തരം വാർത്തകൾ വീണ്ടും വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും തലയെടുപ്പോടുകൂടി ലുലു അങ്ങനെ തന്നെ നിൽക്കുകയുമാണ്. UAE-യിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അടുത്ത 2 ദിവസങ്ങളിലായി UAE-യുടെ ചില ഭാഗങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. നിലവിൽ UAE-യിൽ വേനൽക്കാലമാണെങ്കിലും കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ചില പ്രദേശങ്ങളിൽ രാവിലെ കനത്ത മൂടൽമഞ്ഞ് ആണെങ്കിലും ഉച്ചയോടെ താപനില 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായാണ് രേഖപ്പെടുത്തിയത്. കൂടാതെ വൈകുന്നേരത്തോടുകൂടി ശക്തമായ പൊടിക്കാറ്റും മഴയ്ക്കും ഉണ്ടായതായും കാലാവസ്ഥാ അധികൃതർ വ്യക്തമാക്കി. ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സാധാരണ ജനജീവിതത്തെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നിലവിൽ അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് മഴയ്ക്ക് കാരണം എന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. അറബിക്കടലിൽ നിന്നും ഒമാൻ കടലിൽ നിന്നും ഈർപ്പമുള്ള കാറ്റ് UAE-യിലേക്ക് വീശാൻ സാധ്യതയുള്ളതായി ഈ NCM മെറ്റ് അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ തുറന്ന സ്ഥലങ്ങളിലും മരങ്ങളുടെ താഴെയും നിൽക്കുന്നത് ഒഴിവാക്കണം. ഇടിമിന്നലിന്റെ സാധ്യത കണക്കിലെടുത്ത് മൊബൈൽ ഫോണുകൾ
ഫോണുകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങിയ ഉപകരണങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്നും ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും അറിയിച്ചിട്ടുണ്ട്. മെത്രാഷ് ആപ്പ് സജീവമാകുന്നു. കുറ്റകൃത്യങ്ങളും സംശയാസ്പദമായ പ്രവർത്തനങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അവതരിപ്പിച്ച സംവിധാനമാണ് മെത്രാഷ് മൊബൈൽ ആപ്ലിക്കേഷൻ. ഈ ആപ്പിലൂടെ നിയമനിർവഹണത്തിന് ആഭ്യന്തര മന്ത്രാലയത്തെ നമുക്ക് സഹായിക്കാനാകും. പൊതുജന പങ്കാളിത്തത്തോടെ നിയമനിർവഹണം ഉറപ്പാക്കുകയാണ് ഈ സേവനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. മെത്രാഷ് ആപ്പ് വഴി എങ്ങനെ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാമെന്നും പുതിയ ഫീച്ചറുകൾ എന്തൊക്കെയാണെന്നും പരിശോധിക്കാം. മെട്രാഷ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി രഹസ്യമായി കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ആഭ്യന്തര മന്ത്രാലയം 2024 ഡിസംബറിൽ പുറത്തിറക്കിയ പുതിയ മെട്രാഷ് ആപ്പ് മെട്രാഷ് 2 ആപ്പിന് പകരമായി വന്നതാണ്. ഈ മെത്രാഷ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. സ്മാർട്ട് ഫോണിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം സെക്യൂരിറ്റി കംപ്ലൈന്റ് എന്ന ഭാഗം തിരഞ്ഞെടുക്കുക. ഇവിടെ മെയിൻ മെനുവിൽ സെക്യൂരിറ്റി എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് സെക്യൂരിറ്റി കംപ്ലൈന്റ് എന്നത് തിരഞ്ഞെടുക്കുക. അടുത്ത ഘട്ടം ഡിപ്പാർട്ട്മെന്റ് തിരഞ്ഞെടുക്കുക എന്നതാണ്. ഡിപ്പാർട്ട്മെന്റ് എന്ന ഡ്രോപ്പ് ഡൗൺ മെനുവിൽ 6ാമത്തെ ഓപ്ഷനായ CID, അതായത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് കാണാം. ഇത് തിരഞ്ഞെടുക്കുക. അടുത്തതായി ഏതുതരം അപേക്ഷയാണ് നിങ്ങളുടേത് എന്ന് തിരഞ്ഞെടുക്കുക. ആപ്ലിക്കേഷൻ ടൈപ്പ് എന്നതിന് കീഴിൽ പ്രൊവൈഡഡ് ഇൻഫോർമേഷൻ എന്നത് തിരഞ്ഞെടുക്കുക. ഇനി ഏതുതരം കുറ്റകൃത്യമാണ് നടക്കുന്നത് അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത് എന്ന കാര്യം വ്യക്തമാക്കുക. നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾ ഏതുതരം കുറ്റകൃത്യമാണ് കാണുന്നത് എന്ന് വ്യക്തമാക്കുക. സംശയാസ്പദമായ വാഹനങ്ങൾ, വ്യക്തികൾ, സൗകര്യങ്ങൾ, വസതികൾ അല്ലെങ്കിൽ പൊതുവായ ക്രിമിനൽ പ്രവർത്തനങ്ങൾ എന്ന് തുടങ്ങിയ ഓപ്ഷനുകൾ ഇവിടെ ലഭ്യമാകും. ഇവയിൽ നിന്ന് ഏതുതരം കുറ്റകൃത്യമാണോ നടക്കുന്നത് അത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒന്നിലധികം ചാർജുകൾ തിരഞ്ഞെടുക്കാവുന്നതുമാണ്. അതായത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് സംശയാസ്പദമായി നമ്മൾ ചിലർ കാണും. അപ്പോൾ നമുക്ക് സംശയം തോന്നും, ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടാണോ വന്നതെന്നൊക്കെ സംശയം തോന്നും. അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ അവിടെ ആപ്പിൽ പറയുകയാണെങ്കിൽ കൃത്യമായി തന്നെ പോലീസ് അന്വേഷിക്കുകയും മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് നല്ലതാണല്ലോ. നമുക്കങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. കുറ്റകൃത്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള സ്ഥലവും ഇവിടെയുണ്ട്. വിശദമായ വിവരണം നൽകാനും ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യാനും ഇവിടെ നമുക്ക് കഴിയും. ഒരു മാപ്പിൽ കുറ്റകൃത്യം നടക്കുന്ന ലൊക്കേഷൻ അടയാളപ്പെടുത്താനും സാധിക്കും. നിങ്ങളുടെ ഫോൺ നമ്പർ, ഇമെയിൽ പോലുള്ള കോൺടാക്റ്റ് വിവരങ്ങൾ ഉൾപ്പെടുത്താനും കഴിയും. അടുത്തതായി റിപ്പോർട്ട് സമർപ്പിക്കാം. ആവശ്യമായ എല്ലാ ഫീൽഡുകളും പൂരിപ്പിച്ചിരിക്കണം. ഇവയെല്ലാം ശരിയാണെന്ന് സ്ഥിരീകരിച്ച ശേഷം ചെക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ അമർത്താവുന്നതാണ്. ഇങ്ങനെ വിവരങ്ങൾ നൽകാൻ പലർക്കും ഭയമുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ പൊതുജനങ്ങൾക്ക് അവരുടെ സ്വകാര്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ പരാതി നൽകാൻ കഴിയും. ഇപ്പോൾ ഇതിനായി മെത്രാഷ് ആപ്പ് പുതിയ റിപ്പോർട്ടിംഗ് ഫീച്ചറും അവതരിപ്പിച്ചിട്ടുണ്ട്. ഖത്തർ പൗരന്മാർക്കും താമസക്കാർക്കുമെല്ലാം ഇങ്ങനെ പരാതി നൽകാൻ കഴിയുമെന്നുള്ളതാണ് അറിയേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് അപ്പോൾ അത്തരം ആപ്ലിക്കേഷനൊക്കെ നല്ലത് തന്നെയാണ്, അത് കൊണ്ടുവരട്ടെ. പക്ഷെ അപ്പോഴും കുറ്റകൃത്യം പരമാവധി കുറയ്ക്കാൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്നതാണ്. ചിലതൊക്കെ തന്നെ കുറ്റകൃത്യത്തിലേക്ക് നയിക്കപ്പെടാതിരിക്കാനും ഈ ഒരു ആപ്ലിക്കേഷൻ വഴി കഴിയുമല്ലോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മറ്റു വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.